അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നത് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മിനെ കുറിച്ചാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ വരുന്നത് വിജയിപ്പിക്കുന്നവൻ എന്നാണ്. അപ്പം ഞാൻ അധികരിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാ എന്നത്. അതുപോലെ തന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഞാൻ ആഗ്രഹിച്ച പോലെ വിജയം ലഭിക്കാറുണ്ട്. അപ്പോൾ ഇത് അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് ചൊല്ലിയാലുള്ള നേട്ടം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങിക്കിട്ടും. പിന്നെ മെയിനായിട്ടുള്ള നമ്മളെ കൽബ് പ്രകാശിക്കും, നന്നാവും. കൽബ് നന്നാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരും. അതുപോലെ വിവാഹം മുടങ്ങിക്കിടക്കുന്നതാണെങ്കിൽ വിവാഹം നടക്കപ്പെടും. പിന്നെ ജയിൽ മോചിതനാവാൻ, അങ്ങനെ നമ്മളെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, കടങ്ങൾ വീടപ്പെടാൻ, സമ്പന്നരാകും. ഇത് ചൊല്ലിയാൽ നമുക്ക് യാ ഫത്താ നമ്മൾ വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലുന്നത്. അപ്പോൾ അത് നമ്മൾ വിജയത്തിലെത്താൻ വേണ്ടി സഹായിക്കുന്ന നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാ. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നമ്മൾ ചെറിയ കാര്യത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹു ഏറെക്കുറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ചൊല്ലുന്നതിലൂടെ എല്ലാം മാറ്റിമറിയപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിനും പരിഹാരമാണ് അസ്മാഉൽ ഹുസ്ന എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കാൻ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളെ ഖുർആൻ മുസാഫ് ഓതുന്നത്, അതിലൂടെ നമ്മൾ ദുആ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ അസ്മാഉൽ ഹുസ്നയിലൂടെയും നമ്മൾ ദുആ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലുക. അതുപോലെ തന്നെ നിങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സൂറത്തുൽ ഫത്ത് ഓതാൻ പറ്റുന്നവർ ഡെയിലി ഓതുക. ആ ഓതുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം വെച്ച് പറയാന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊരു വിഷമം വന്നാലും ആ ഒരു സൂറത്തും കൂടി ഓതി പതിവാക്കുക. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.